നമസ്കാരം. കേരളത്തിൽ ഇത്തവണ BJPയുടെ വോട്ടിംഗ് ശതമാനം വലിയ തരത്തിൽ ഉയരുമെന്നുള്ള ഒരു കാര്യം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ നിരീക്ഷകന്മാരും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ വർഷങ്ങളോളമായിട്ട് പ്രവർത്തിക്കുന്ന സാമുവൽ മാത്യുവിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇത് പരസ്യമായിട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷം എന്നുള്ള രീതിയിലൂടെ പ്രവർത്തിക്കുന്ന UDFന്റെ എല്ലാം പ്രധാനപ്പെട്ട വഞ്ചനയുടെയും ചതിയുടെയും ഒരു ചരിത്രം തന്നെയാണ്. വികസനത്തെ എങ്ങനെയാണ് ഇവർ കാണുന്നത്, എന്ത് കാഴ്ചപ്പാടോട് കൂടിയാണ് കാണുന്നത്? കേന്ദ്ര സർക്കാരിനെ വികസനത്തിന്റെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ വർഗീയ രീതിയിൽ ചിത്രീകരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് നരേന്ദ്രമോദി എന്നും കേന്ദ്ര സർക്കാർ എന്നും BJP എന്നുള്ള രീതിയിലേക്കുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങൾ തന്നെയാണ് ഇവർ നിരന്തരമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന് എതിരായി അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ വർഷങ്ങളായിട്ട് BJPക്ക് യഥാർത്ഥത്തിൽ ഇവിടെ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ 2024 ഈ പൊതു തെരഞ്ഞെടുപ്പിൽ BJP അതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. കൃത്യമായിട്ട് പ്രതിരോധിക്കുക മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗത്തെ പോലും വ്യക്തമായിട്ടും കൃത്യമായിട്ടും BJPക്ക് അവരുടെ വലിയ ഒരു വോട്ടിംഗ് ശതമാനം നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോ ഇതെല്ലാം പറയുന്ന സമയത്ത് നിരന്തരമായിട്ട് വർഗീയതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരന്തരം ഇങ്ങനെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ ഒരു പ്രചരണം നടത്തുന്ന CPM-നും CPI-ക്കും കോൺഗ്രസിനും ഒക്കെ ഒരു തിരിച്ചടി തന്നെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഒരു പാർലമെന്റ് മണ്ഡലം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ BJP എന്നും C+ മണ്ഡലമായിട്ട് കണ്ടിരുന്ന ആലപ്പുഴ തന്നെയാണ്. ഈ ആലപ്പുഴയിൽ ഇത്തവണ BJPയുടെ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയ സമയത്ത് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP ചരിത്രം കുറിക്കുമെന്ന്. വലിയ തരത്തിൽ വർഗീയ സംഘടനകളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള പലവരുടെയും വലിയ ക്രൂരമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധം, അത് നമ്മൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധത്തിന്റെ പ്രധാനപ്പെട്ട 15 പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി നൽകിയത്. വധശിക്ഷ നൽകുക മാത്രമല്ല, ഈ കൊലപാതകത്തിന് ശേഷം ആലപ്പുഴയിൽ ഇവർ നടത്തിയ ഒരു വലിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ വലിയ രീതിയിലുള്ള ഒരു വർഗീയ വിഷം ചീറ്റുന്ന തരത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പോലും തോളിലിരുത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന രീതിയിലുള്ള അത് നമ്മളെല്ലാവരും വലിയ രീതിയിൽ തന്നെ കുറെ ആഴ്ചകളോളം ഈ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തു. കുന്തിരിക്കവും അവലും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ എന്തുകൊണ്ട് ഇതുപോലെയുള്ള വർഗീയ സംഘടനകൾക്ക് ആലപ്പുഴ പോലെയുള്ള ഒരു ചെറിയ ജില്ലയിൽ ഇതുപോലെ സ്വാധീനം ഉണ്ടായി? അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരാണ്? ഈ കാരണക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് LDFന്റെയും UDFന്റെയും നേതാക്കന്മാരുമായിട്ടൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ബന്ധമുണ്ട്. NIA പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളത്തിൽ 850-ന് മുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ടെന്നും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് RSSന്റെ നേതാക്കന്മാരുടെ വീടുകളും അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളടക്കം കൃത്യമായിട്ട് പേര് വിവരങ്ങളടക്കം അവരുടെ ചുമതലയടക്കം വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ അല്ലെങ്കിൽ ആൾക്ക് ഇവിടെ നിന്ന് പോലീസ് പണി അവസാനിപ്പിച്ച് പോകുന്ന തരത്തിലേക്കുള്ള നടപടി പോലും സർക്കാരിന് എടുക്കേണ്ടി വന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അപ്പോ PFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ശക്തി ഉണ്ടാവുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ആലപ്പുഴ മാറുകയൊക്കെ ചെയ്ത് ജനങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നു. അപ്പൊ ഇതിനൊരു പ്രതിരോധ പോംവഴി എന്താണ്? നിരന്തരമായിട്ട് കേരളത്തിലെ പ്രമുഖ സാമുദായിക സംഘടനയായിട്ടുള്ള SNDP-യുമായി ചേർന്ന് നിൽക്കുന്ന ഈഴവ സമൂഹത്തിന്റെ വലിയ ഒരു വോട്ട് ആലപ്പുഴയിൽ എന്നും അത് ഇടതുപക്ഷമാണ് നേടിയിടുന്നത്. ഒരു വിഭാഗം അത് കോൺഗ്രസിന് പോകും. അപ്പൊ നിരന്തരമായിട്ട് ഇടതുപക്ഷവും കോൺഗ്രസും ഇവിടെ ഈഴവ വോട്ടുകൾ കൃത്യമായിട്ട് ഭാഗിച്ച് എടുക്കുന്ന സമയത്ത് BJPയുടേത് നോക്കികുത്തിയായി ഇരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ ഈ ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ BJPക്ക് വന്ന സമയത്ത്, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വലിയ തീപ്പൊരി നേതാവ് വന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. അത് പ്രധാനമായിട്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിലേക്ക് പോലും എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഇപ്പോ ആരിഫിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ സമയത്ത് നിരോധിച്ചതിന് ശേഷം പറഞ്ഞ പ്രസ്താവനയൊക്കെ എന്തായിരുന്നു? അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർ
മദ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ അതിന് പിന്തുണയായിട്ട് വന്നത് എന്തിനാണ്? അതോടൊപ്പം തന്നെ PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും ഇന്നേ വരെ മിണ്ടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന് അവിടെയുള്ളത്, KC വേണുഗോപാൽ. അപ്പൊ KC വേണുഗോപാൽ ആണെങ്കിലും ഇതുപോലെയുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരിഫിനെ പോലെയുള്ള ആളുകളാണെങ്കിലും ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ PFI പോലെയുള്ള സംഘടനകൾക്ക് അവർക്ക് എതിരെ ഒരു നിലപാടില്ല. അവർക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി ഏത് തരത്തിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയാലും അതിനെതിരെ സംസാരിക്കാൻ ഇവരാരും തയ്യാറായിരുന്നില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്നും ഈ ഭീകരവാദ സംഘടനകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകങ്ങളുമായി അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ആലപ്പുഴ മണ്ണിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് അവിടെ BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഈഴവ സമൂഹത്തിന്റെ വലിയ ഒരു വോട്ട് അത് ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് നേടിയിട്ടുണ്ട്. 3 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു വോട്ടിംഗ് ശതമാനം പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാക്കി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മാറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ BJPക്ക് അത് A+ മണ്ഡലമാണ്. BJPയുടെ പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായിട്ട് BJP എല്ലാ സ്ഥലങ്ങളിലും നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമായിരിക്കുന്നു. LDFന്റെ കൺവീനറായിട്ടുള്ള ജയരാജൻ തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, കേരളത്തിലെ NDAയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും മിടുക്കന്മാരാണെന്നുള്ളത്. ഈ മിടുക്കന്മാരാണെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം രാജ്യത്ത് 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വെക്കേണ്ടത്. അല്ലെങ്കിൽ 60 കഴിഞ്ഞിട്ടുള്ള ആളുകൾ പാർട്ടിയിൽ വർഷങ്ങളായിട്ട് MLAയും MP-യുമായി ഇരുന്നവരെ തന്നെ 2024 കൊണ്ടുവന്ന് MP ആക്കി ഇവിടെ എന്തെങ്കിലും മലമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല ഇടതുപക്ഷത്തിനും ഇതുപോലെയുള്ള UDFനും ഉള്ളത്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കുക, നാടിന്റെ വികസനമോ മറ്റുള്ളതൊന്നുമല്ല. പക്ഷെ BJPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ്. അവർ നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നടപ്പിലാക്കണമെന്ന് പറയുന്നവരാണ്. ശോഭാ സുരേന്ദ്രന്റെ ഓരോ പ്രസ്താവനകളും അവിടെ ഓരോ സംരംഭങ്ങൾ കൊണ്ടുവരും, ആലപ്പുഴയുടെ മുഖം തന്നെ മാറ്റും. അത് പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവനകൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു? അതിന്റെ ആത്മവിശ്വാസം കേന്ദ്രത്തിൽ BJP തന്നെ വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ആലപ്പുഴയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല? ആലപ്പുഴ പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു പ്രദേശത്ത് ഇന്ന് വിനോദസഞ്ചാരികളുടെ എണ്ണമെല്ലാം കുറഞ്ഞു പോകുന്നതിന്റെ പ്രധാന കാരണം അടിസ്ഥാന വികസനത്തിലെ പോരായ്മകൾ തന്നെയാണ്. ഈ അടിസ്ഥാന വികസനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിനോ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സംവിധാനങ്ങൾക്കോ സാധിക്കാത്തത് ഭരണപരാജയം എന്നുള്ളതിൽ കുറഞ്ഞതൊന്നും പറയാനില്ല. പൂർണ്ണമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് വികസനത്തിനെതിരെ നിലകൊള്ളുന്ന പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന, അതോടൊപ്പം പെൻഷൻ പോലും നൽകാതെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരെയാണ് ജനങ്ങളുടെ വോട്ട് എന്നതിൽ തർക്കമില്ല. ആന്റി പിണറായി തരംഗമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. ആലപ്പുഴയിലായിക്കോട്ടെ ബാക്കിയുള്ള മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇത് വലിയ തരത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ഈ ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വെറുതെ ഒരു തമാശക്കോ നേരം പോക്കിനോ അല്ല. ആലപ്പുഴയിലൊക്കെ ഇത് വലിയ രീതിയിൽ പ്രതിപാദിക്കാൻ പോകുകയാണ്. നിസാര വോട്ടുകൾ ഉണ്ടായി C+ മണ്ഡലമായിട്ട് BJP കണക്കാക്കിയിരുന്ന ഒരു മണ്ഡലത്തെ വലിയ ഒരു കുതിച്ചുചാട്ടത്തിലൂടെ A+ മണ്ഡലമാക്കി ഏകദേശം ഒരു 5-10 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചെങ്കിൽ അത് കേരളത്തിന്റെ മാറ്റൊലിയുടെ അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റത്തിന്റെ ഒരു ഏറ്റവും വലിയ കാതലായിട്ടുള്ള ഒരു സംഭവമാണെന്നതിൽ തർക്കമില്ല. അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ വിജയം അത് വലിയ തരത്തിൽ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൂടിയും കൃത്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. വിജയിച്ചില്ലെങ്കിൽ പോലും വലിയ വോട്ടിംഗ് ശതമാനത്തിലേക്ക് അവര് മാറാനുള്ള സാഹചര്യം ഇതുപോലെയുള്ള വർഗീയതക്കെതിരെയും വികസന മുരടിപ്പിനെതിരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വികസനത്തിന് എതിരെ നിലകൊള്ളുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ ഒരു വോട്ടെടുപ്പ് തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഒരു വലിയ മുന്നേറ്റം അത് ഉണ്ടാകാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ ജൂൺ 4 നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്ന് മാത്രമേ ഈ ഒരു സമയം പറയാനുള്ളൂ. വിപിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.